ബാക്ക് റൂംസ് എന്ന് പറഞ്ഞ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങുന്ന ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. ലിമിനൽ സ്പേസ് അതെന്താണ്, അതിന്റെ സ്വഭാവം എന്താണ്, അതിനുള്ളിൽ ജീവിക്കുന്ന എൻറ്റിറ്റീസ് എന്ന് പറയുന്ന വിചിത്രമായിട്ടുള്ള ജീവികൾ അതെന്താണ്, അവിടേക്ക് ഹസ്ബാറ്റ് സ്യൂട്ടൊക്കെ ധരിച്ചെത്തിയിരിക്കുന്നവർ അവരാരാണ്, നമ്മുടെ ക്ലാർക്കിന്റെ വേറൊരു വേർഷൻ ആയിട്ടുള്ള പൈറേറ്റ് ക്ലാർക്ക് എന്തുകൊണ്ടാണ് ക്ലാർക്കിനെ കടിച്ച് തിന്നത്, അതുകൂടാതെ മേരി അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ക്ലൈമാക്സിൽ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ബാക്ക് റൂംസ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. എൻ്റെ പേര് സിദ്ദീഖ് ഹസൻ. വെൽക്കം ടു സിനിമയും ഞാനും. നിങ്ങൾ ബാക്ക് റൂംസ് എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂസ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ലോർ കറക്റ്റായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിനിമയോട് കൂടുതലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ലോറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2019 ഫോർചാൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു സ്റ്റോറി. ഈ സ്റ്റോറിയിലാണ് ബാക്ക് റൂംസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ വൈഡായിട്ട് ഓപ്പൺ ആയത്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രീപ്പി പാസ്റ്റ എന്ന് പറയുന്നത് നമ്മുടെ മുത്തശ്ശിമാർ ചെറുപ്പത്തിൽ നമ്മളോട് പറയുന്ന ആ ഒരു പീഡിപ്പിക്കുന്ന കഥകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ഓൺലൈൻ വേർഷൻ, ഓൺലൈനിൽ കോപ്പി പേസ്റ്റ് ചെയ്യുമല്ലോ, അതുകൊണ്ടാണ് അതിനെ ക്രീപ്പി പാസ്റ്റ എന്നുള്ള പേര് വന്നത്. കാരണം ക്രീപ്പി ആയിട്ടുള്ള സ്റ്റോറീസാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഉണ്ടായ ഒരു അർബൻ ലെജൻഡാണ് ബാക്ക് റൂംസ് എന്ന് പറയുന്നത്. ഈ ബാക്ക് റൂംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നനഞ്ഞ കാർപ്പറ്റിൻ്റെ മണം, പിന്നെ ഇത് ഭയങ്കരമായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള സ്ഥലവും ഇരുട്ടുള്ള സ്ഥലവും തുടങ്ങിയ കാര്യങ്ങളൊന്നുമല്ല. നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ ഫ്ലൂറസെന്റ്, ഈ മഞ്ഞ ലൈറ്റിന്റെ ഫ്ലൂറസെന്റ് ലൈറ്റിന്റെ ആ ഒരു ശബ്ദം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ഹൊററായിട്ട് വരുന്നത്. അത് നമ്മുടെ ഒരു ടിപ്പിക്കൽ ഹൊററിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹൊറർ. അതാണ് ഈ ബാക്ക് റൂംസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ. നമ്മൾ നടക്കുന്നോറും എവിടെയും എത്തുന്നില്ല, ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ നീണ്ടു പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മനസ്സ്, നമ്മുടെ സൈക്കോളജി അതിനായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ബാക്ക് റൂംസ്. അതിനെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സിനിമയെക്കുറിച്ച് പറയുമ്പോൾ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ലോർ എന്ന് പറയുന്നത്. നിങ്ങൾ ക്രീപ്പി പാസ്റ്റ എന്താണെന്ന് മനസ്സിലാക്കുക, പിന്നെ ബാക്ക് റൂംസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഈ ബാക്ക് റൂംസിൽ ഉണ്ടാകുന്ന വിചിത്രമായിട്ടുള്ള ജീവികളാണ് എൻറ്റിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ തുടക്കത്തിലുള്ള ഇന്റർനെറ്റ് കഥകളൊക്കെ വളരെയധികം പോപ്പുലറായി. പിന്നെ പലരും അവരവരുടെയൊക്കെ ക്രിയേറ്റിവിറ്റിയൊക്കെ അനുസരിച്ചിട്ട് ഈ ബാക്ക് റൂംസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് പല രീതിയിലൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സെവറൻസ് എന്ന് പറഞ്ഞ സീരിയൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മേക്കേഴ്സ് പറഞ്ഞിട്ടുണ്ട് ബാക്ക് റൂംസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഈ സീരീസ് അവർക്ക് ചിന്തിക്കാനുള്ള കാരണങ്ങളൊന്നുമല്ല. നമ്മളിതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2022 സമയമൊക്കെ ആയപ്പോഴേക്കും കെയ്ൻ പാർസൺസ് എന്ന് പറഞ്ഞാൽ 16-17 വയസ്സാണ് ആ സമയത്തുള്ളത്. പുള്ളിക്കാരൻ ഒരു സീരീസ് ഇറക്കുകയുണ്ടായിരുന്നു. ഇത് വളരെയധികം പോപ്പുലറായി. ഇത് കണ്ടു കഴിഞ്ഞിട്ട് A24 നമ്മുടെ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസ് ഈ പുള്ളിക്കാരനോട് പറഞ്ഞു നിങ്ങൾ ഈ സിനിമയാക്കാന്ന് പറഞ്ഞു. അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. യൂട്യൂബർക്ക് കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു A24ന്റെ ബാക്ക് റൂംസ് എന്ന് പറയുന്ന സിനിമ. ഒബ്സഷൻ പോലെ തന്നെ ചെറിയ മുതൽ മുടക്കും കാര്യങ്ങളായിട്ട് വലിയൊരു ഗ്ലോബൽ സക്സസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഈ സിനിമ മനസ്സിലാക്കാനായിട്ട് നമ്മൾ കെയ്ൻ പാർസൺ എടുത്തിരിക്കുന്ന ഷോർട്ട് ഫിലിംസ് ഒന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് A-Sync ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഈ സിനിമയുടെ തുടക്കത്തിലും അവസാനത്തിലും ആ ഹസ്ബാൻഡ് സ്യൂട്ട്സ് ഒക്കെ ധരിച്ചെത്തിയിരിക്കുന്നവർ ഈ A-Sync ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഫിൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ഫിൽ പറയുന്ന പോലെ തന്നെ ഇത് ആക്ച്വലി ഇതൊരു MRI മെഷീൻസ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയായിരുന്നു A-Sync ഓർഗനൈസേഷൻ. 1988 ഇവർ ബാക്ക് റൂംസിലേക്ക് ഒരു കവാടം തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ബാക്ക് റൂംസിന്റെ ഈ പ്രവേശന കവാടങ്ങൾ തുറക്കാനായിട്ട് യഥാർത്ഥ ലോകവുമായി ബന്ധിക്കുന്ന നൾ സോൺസ് അത്യാവശ്യമാണ്. ഈ സിനിമയിൽ നമ്മുടെ ക്ലാർക്കിന്റെ ഫർണിച്ചർ ഷോപ്പാണ് ബാക്ക് റൂംസ് ആയിട്ട് ബന്ധിക്കുന്ന ആ ഒരു നൾ സോൺ. ആക്ച്വലി ഈ വാതിൽ എപ്പോഴും തുറന്നു കിടക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ലോകത്ത്, അതായത് നമ്മുടെ ലോകത്ത് നിന്ന് ആളുകളെ മിസ്റ്റീരിയസ് ആയിട്ട് കാണാതായത്. ഇതെല്ലാം ഒരു ലോറാണ്. അതായത് പലരും അവരവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു മിത്ത്. ബാക്ക് റൂംസിന്റെ അകത്ത് പെട്ടുകിടക്കുന്ന ഒരാളിൽ നിന്നാണ് ഈ സിനിമ തുടങ്ങുന്നത്. ഒരു ഫൗണ്ട് ഫുട്ടേജ് സീക്വൻസും കാര്യങ്ങളാണ്. A-Sync ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അയാൾക്ക് വഴിതെറ്റി അതിൻ്റെ അകത്ത് പെട്ടുപോയതാണ്. ആക്ച്വലി ഈ ബാക്ക് റൂംസ് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നോ ക്രെഡിറ്റ് നീഡഡ് എന്നുള്ളൊരു ബോർഡൊക്കെ കാണാം. ആക്ച്വലി ഇത് ഫർണിച്ചർ ഷോപ്പ്, അതായത് ക്ലാർക്കിന്റെ ഫർണിച്ചർ ഷോപ്പിനോട് ചേർന്നിട്ടുള്ള ബാക്ക് റൂംസ് തന്നെയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഇയാൾ ഒരു എൻറ്റിറ്റീസിനെ ആക്രമിക്കപ്പെടുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ സിനിമ കിടക്കുന്നത് മേരിയിലേക്കാണ്. മേരീനെ കാണിക്കുന്ന ആദ്യത്തെ സീക്വൻസിൽ തന്നെ മേരിയുടെ കുട്ടിക്കാലത്തെ വീട് ഒരു ബുൾഡോസറൊക്കെ വെച്ചിട്ട് ഇടിച്ച് നിരത്തുന്ന സീക്വൻസിലാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീനാണ്. മേരി എന്താണ്, മേരിയുടെ ആ ഒരു മേരി കടന്നു പോയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതെല്ലാം ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അവൾ ആ പഴയ വീട്ടിൽ നിന്ന് എടുത്തു മാറ്റുന്ന കൈപ്പത്തിയുടെ അടയാളത്തിലുള്ള ഒരു കോൺക്രീറ്റ് കഷ്ണം, അതാണ് ക്ലൈമാക്സിൽ അവളെ രക്ഷപ്പെടുത്തുന്നത്. അപ്പം അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ തന്നെ ആദ്യം തന്നെ ഈ സിനിമയുടെ സീക്വൻസുകളിൽ കാണിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് മേരിയും ക്ലർക്കും തമ്മിലുള്ള ഒരു തെറാപ്പി സെഷനാണ്. ഈ തെറാപ്പി സെഷനിൽ നമ്മളൊരു റോൾ പ്ലേ കാണുന്നുണ്ട്. ക്ലർക്കിന്റെ ഭാര്യയായിട്ട് മേരി നിൽക്കുന്നു. ക്ലർക്കിന് പറയാനുള്ളതെല്ലാം പറയാമെന്നുള്ളത്. അപ്പൊ ഇതിനിടയിൽ മേരി ആ തെറാപ്പിക്കിടയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. കുട്ടിക്കാലത്ത് പഠിക്കുന്ന മോശം സ്വഭാവങ്ങളൊക്കെയാണ് വളരുമ്പോൾ മനുഷ്യനെ സ്റ്റക്ക് ആക്കുന്നത് എന്നുള്ളത്.
ക്ലാർക്ക് അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. തന്റെ തെറ്റുകൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത ഒരു വ്യക്തിത്വമാണ് ക്ലാർക്കിന്റെ ഉള്ളത്. അതായത് വളരെ സെൽഫിഷ് ആയിട്ടുള്ള, അപകടം ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടും തന്റെ ജോലിക്കാരായിട്ടുള്ള രണ്ടുപേരെ ബാക്ക് റൂംസിലേക്ക് കൊണ്ടുപോകുന്നതും അവർക്ക് അപകടം പറ്റുന്നതും ഇവർക്ക് അപകടം ഉണ്ടായതിനെ പറ്റി പിന്നീട് യാതൊരു വിധത്തിലുള്ള റിഗ്രറ്റോ തുടങ്ങിയ കാര്യങ്ങളോ ഒന്നും ക്ലാർക്കിൽ ഉണ്ടാവുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് ക്ലാർക്ക്. ആക്ച്വലി ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ, ഏകദേശം 10-15 മിനിറ്റുള്ള ആ കോൺവെർസേഷനുള്ള കാര്യങ്ങൾ ഇവരുടെ ഒരു സൈക്കോളജിയാണ്. അതായത് മേരി ആണെന്നുണ്ടെങ്കിലും ക്ലർക്ക് ആണെന്നുണ്ടെങ്കിലും അവർക്ക് പാസ്റ്റിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പാസ്റ്റിൽ ഒരു ട്രോമയും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. ആദ്യം ബാക്ക് റൂംസ് കണ്ടെത്തുന്ന ക്ലാർക്ക് ഈ കാര്യം മേരിയോട് പറയുന്നുണ്ട്. പക്ഷെ മേരി അത് വിശ്വസിക്കുന്നില്ല. അപ്പം മേരിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കുറച്ചധികം തെളിവുകളും കാര്യങ്ങളും ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടാണ് തൻ്റെ ജോലിക്കാരായിട്ടുള്ള രണ്ടുപേരെയും കൂട്ടി ക്ലർക്ക് ഈ ബാക്ക് റൂംസിലേക്ക് വീണ്ടും ചെല്ലുന്നത്. അപ്പോൾ അവിടെ വെച്ച് അപകടം ഉണ്ടാവും, ഇത് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ വിചിത്രമായിട്ടുള്ള എൻറ്റിറ്റീസ് എന്ന് പറയുന്ന ജീവികളുടെ കൈയാൽ ഇവർ രണ്ടുപേരും കൊല്ലപ്പെടുകയാണ്. സ്വന്തം തെറ്റുകൾ സമ്മതിക്കാത്ത മനുഷ്യരുടെ ഉള്ളിൽ വളരുന്ന ഭീകരത മറ്റുള്ളവരുടെ ജീവിതത്തെ കൂടി തകർക്കുമെന്നതിന്റെ തെളിവാണ് നമ്മൾ ആ കാണുന്നത്. സിനിമയുടെ ഒടുവിൽ മേരിയെ ബാക്ക് റൂംസിലേക്ക് ക്ലാർക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അവിടെ വിചിത്രമായിട്ടൊരു കുടുംബം ഇരിക്കുന്ന കാണാം. അവിടെയുള്ള ജീവികൾ, അതായത് എൻറ്റിറ്റികൾക്ക്, അവിടെയുള്ള എൻറ്റിറ്റി, അതായത് ഒരു പൈറേറ്റിന്റെ വേഷവും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന ആ എൻറ്റിറ്റി യഥാർത്ഥത്തിൽ അത് ക്ലാർക്ക് തന്നെയാണ്. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു പൈറേറ്റിന്റെ കോസ്റ്റ്യൂമിലേക്ക് നമുക്ക് ക്ലാർക്കിനെ കാണാം. ഒരു അഡ്വർടൈസ്മെന്റിന് വേണ്ടി ഒരു വീഡിയോ ചിത്രീകരിക്കുന്ന ഒരു സീക്വൻസിൽ നമുക്ക് ക്ലർക്ക് ആ ഒരു പൈറേറ്റിന്റെ രൂപത്തിലുള്ള വേഷമൊക്കെ ധരിച്ചിരിക്കുന്നത് കാണാം. ഇതേ സംഭവം തന്നെയാണ് എൻറ്റിറ്റി ആയിട്ട് മാറുന്നത്. അതായത് പൈറേറ്റ് ക്ലാർക്ക് എന്ന് പറയുന്നത് ക്ലാർക്ക് തന്നെയാണ്. ആ എൻറ്റിറ്റി, അതായത് ഭീകരരൂപം ക്ലാർക്കിന്റെ ഉള്ളിലെ ദേഷ്യത്തിന്റെയും പരാജയത്തിന്റെയും പ്രതീകമാണ്. ബാക്ക് റൂംസിലെ മറ്റുള്ളവർ യഥാർത്ഥ മനുഷ്യരല്ല, ക്ലാർക്കിന്റെ ഓർമ്മകളിൽ നിന്നുള്ള രൂപങ്ങളാണ്. ഇങ്ങനെയുള്ള രൂപങ്ങളെ സ്റ്റിൽ ലൈഫ് എന്നാണ് വിളിക്കുന്നത്. അതിൽ ചുവന്ന മുടിയുള്ള രൂപം ക്ലാർക്ക് പണ്ട് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട അയാളുടെ മുൻ ഭാര്യ ബാർബറയാണ്. ക്ലാർക്ക് ആ രൂപത്തിന്റെ തലയോട്ടി ഉരച്ച് ആ മുടി മേരിയുടെ തലയിൽ വെക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമുക്ക് കാണാം. എന്നാൽ മേരി ക്ലാർക്കിനോട് നീ മാറേണ്ടതില്ല എന്ന് പറയുന്നത് വരെ ഈ ജീവി, അതായത് പൈറേറ്റ് ക്ലാർക്ക് അക്രമകാരിയല്ല. അതേസമയം പൈറേറ്റ് ക്ലാർക്ക് വരുന്ന നിമിഷം തന്നെ ബാർബറയുടെ സ്റ്റിൽ ലൈഫ് അവിടെ നിന്ന് പേടിച്ച് ഓടിപ്പോകുന്നുണ്ട്. ക്ലാർക്കിന്റെ മദ്യപാനവും ദേഷ്യവും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബാർബറ എത്രത്തോളം വെറുത്തിരുന്നു അല്ലെങ്കിൽ ഭയപ്പെട്ടിരുന്നു എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ക്ലാർക്ക് ഒരു അൺറിലയബിൾ നരേറ്റർ ആയതുകൊണ്ട് തന്നെ താൻ എത്രത്തോളം ക്രൂരനാണെന്ന് അയാൾ മേരിയോട് ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല. തനിക്ക് മാറാൻ കഴിയില്ല എന്നുള്ളതും ബാക്ക് റൂംസിലാണ് താൻ കൂടുതൽ സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നതെന്നും ക്ലർക്ക് സമ്മതിക്കുന്നുണ്ട്. യാഥാർത്ഥ്യത്തെ നേരിടുന്നതിനേക്കാൾ സ്വന്തം ഓർമ്മകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ബാക്ക് റൂംസിനുള്ളിൽ ഒളിച്ചിരിക്കാനാണ് അയാൾക്ക് താല്പര്യം. ബാക്ക് റൂംസ് എന്നത് അയാളുടെ മാറാത്ത ദേഷ്യത്തിന്റെ പ്രതിഫലനമാണ്. ഈ ഡൈനിങ് ടേബിൾ സീക്വൻസ് അഭിനേതാക്കളുടെ രണ്ടുപേരുടെയും കിട്ടിലൻ പെർഫോമൻസ് കൊണ്ട് തന്നെ ഈ സിനിമയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സീനുകളിൽ ഒന്നാണ്. ഈ സീനിൽ ക്ലാർക്കും മേരിയും തമ്മിലുള്ള ആ ഒരു റോൾ പ്ലേ, നമ്മൾ തുടക്കം കണ്ടിട്ടുള്ള റോൾ പ്ലേ അവർ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം കണ്ട സീക്വൻസിൽ മേരി ക്ലർക്കിനെ സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സീക്വൻസിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള റിയാലിറ്റി, അത് മേരി ക്ലർക്കിനോട് പച്ചയായി തുറന്നു പറയുന്നതാണ്. ജീവിതത്തിൽ ഒന്നിനും ഉത്തരവാദിത്തം ഏൽക്കാതെ സ്വന്തം ജീവിതം സ്വയം തകർക്കുന്ന ക്ലാർക്കിന്റെ യഥാർത്ഥ മുഖം അവൾ അയാൾക്ക് കാട്ടിക്കൊടുക്കുന്നു. മേരി അവനെ തെറാപ്പിയിലൂടെ രക്ഷിക്കാൻ നോക്കിയെങ്കിലും ക്ലാർക്ക് കണ്ടെത്തുന്ന ബാക്ക് റൂമിന്റെ കംഫർട്ട് തന്നെയായിരുന്നു. നമ്മൾ കാണുന്നത് ഐഡിയോളജിക്കലായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോഴാണ് പൈറേറ്റ് ക്ലാർക്ക് അവിടേക്ക് വരുന്നത്. സോ സ്വാഭാവികമായിട്ടൊരു ചോദ്യമാണ്, ആരാണ് അല്ലെങ്കിൽ എന്താണ് പൈറേറ്റ് ക്ലാർക്ക്? ക്ലാർക്ക് ബാക്ക് റൂംസിൽ എത്തുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു എൻറ്റിറ്റിയാണ് പൈറേറ്റ് ക്ലാർക്ക്. ബാക്ക് റൂംസിൽ എത്തിപ്പെടുന്ന മനുഷ്യന്റെ, അവന്റെ ചിന്തകൾ, ഓർമ്മകൾ, അതിന്റെയൊക്കെ പ്രതിഫലനമാണ് ഞാൻ ഈ പറഞ്ഞ സ്റ്റിൽ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ പൈറേറ്റ് ക്ലാർക്ക് എന്ന് പറയുന്ന സ്റ്റിൽ ലൈഫ്. തുടക്കത്തിൽ പൈറേറ്റ് ക്ലാർക്കും ഒറിജിനൽ ക്ലാർക്കും ഒന്നിച്ച് സമാധാനത്തോടാണ് കഴിഞ്ഞിരുന്നത്. കാരണം രണ്ടുപേരുടെയും ചിന്തകൾ ഒന്നായിരുന്നു. എന്നാൽ കഥയുടെ ഒരു ഘട്ടത്തിൽ, അതായത് ഈ ഡൈനിങ് ടേബിൾ സീക്വൻസിൽ മേരി ക്ലാർക്കിന്റെ തെറ്റുകൾ അവനെ ബോധ്യപ്പെടുത്തുന്നു. തന്റെ തെറ്റുകൾ ഓർത്ത് വിഷമിക്കുകയും നല്ലൊരു മനുഷ്യനാകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആ ഒരു നിമിഷം, ക്ലാർക്കിന്റെ മനസ്സിൽ വന്ന ഈ മാറ്റം പൈറേറ്റ് ക്ലാർക്കിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ക്ലാർക്ക് ഒരു നല്ല ആളാകാൻ ശ്രമിച്ച നിമിഷം തന്നെ ആ ജീവി അവനെ ഒരു ശത്രുവായി കണ്ട് കൊന്നു തിന്നുകയായിരുന്നു. ക്ലാർക്ക് ഒരു നല്ല ആളാവാൻ ശ്രമിച്ച ആ നിമിഷം തന്നെ പൈറേറ്റ് ക്ലാർക്ക് വന്ന് കൊന്നു തിന്നുകയായിരുന്നു. എന്തുകൊണ്ടാണ് കൊന്നു തിന്നത്? അതിനുള്ള ഉത്തരം തന്റെ തകർന്ന ജീവിതത്തിനും പരാജയങ്ങൾക്കും കാരണം താൻ തന്നെയാണെന്ന് ക്ലർക്ക് തിരിച്ചറിയുമ്പോൾ അവനോട് തന്നെ കടുത്ത വെറുപ്പ് തോന്നുന്നു. ക്ലാർക്കിന്റെ മനസ്സിലെ ഈ സ്വയം വെറുപ്പാണ് പൈറേറ്റ് ക്ലാർക്ക് എന്നുള്ള രൂപത്തിൽ വന്ന് അവനവിടെ ഇല്ലാതാക്കുന്നത്. ബാക്ക് റൂംസിൽ ജീവനോടെ ഇരിക്കാൻ വേണ്ടി ക്ലാർക്ക് അവിടെയുള്ള മറ്റ് ചില നിഴൽ രൂപങ്ങൾ, അതായത് സ്റ്റിൽ ഫേസിനെ കൊന്നു തിന്നിരുന്നു. ഇവിടെയുള്ള ജീവികൾ മനുഷ്യർ ചെയ്യുന്നത് കണ്ടാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കൊന്നു തിന്നാം എന്ന കാര്യം പൈറേറ്റ് ക്ലാർക്ക് പഠിച്ചത് ഒറിജിനൽ ക്ലാർക്കിൽ നിന്ന് തന്നെയാണ്. ചുരുക്കത്തിൽ ക്ലാർക്കിന്റെ മനസ്സിലെ ദേഷ്യവും തെറ്റായ ചിന്തകളും തന്നെയാണ് പൈറേറ്റ് ക്ലാർക്കിന്റെ രൂപത്തിൽ വന്ന് അവനെ അവസാനിപ്പിച്ചത്. അപ്പൊ ഈ ഒരു ഹൊറർ സീക്വൻസ് കാണുമ്പോഴേക്കും മേരി അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്.
ഇവിടെ നിന്ന് മേരി ഓടി രക്ഷപ്പെടുമ്പോൾ ചുവരുകളുടെ മഞ്ഞ നിറം മാറിയില്ലെങ്കിലും മുറികളുടെ ഘടന മാറുന്നുണ്ട്. അവിടെ ക്ലാർക്കിന്റെ കടയിലെ ഫർണിച്ചറുകൾക്ക് പകരം കൂടുതൽ ആധുനികമായ വീട്ടുപകരണങ്ങളും ജനലുകളും സബർബൻ വീടുകളുടെ ഒരു ഉപയോഗമാണ് നമ്മൾ കാണുന്നത്. അതായത് ഇത് മേരിയുടെ സ്വന്തം ഓർമ്മയിലുള്ള ബാക്ക് റൂംസ് ആണ്. എൻറ്റിറ്റീസിന് മറ്റുള്ളവരുടെ ബാക്ക് റൂംസിലേക്ക്, അതായത് ചിന്തകളിലേക്ക് കടന്നു കയറാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ഈ സീക്വൻസിലൂടെ മനസ്സിലാക്കുന്നത്. ബാക്ക് റൂംസ് എന്നത് അവിടെ അകപ്പെടുന്ന ആളുകളുടെ ചിന്തകൾക്കും ഓർമ്മകൾക്കും അനുസരിച്ച് മാറുന്ന ഒരു മായാലോകമാണ്. ക്ലാർക്ക് തന്റെ ജീവിതത്തിലെ പരാജയങ്ങളും ദേഷ്യങ്ങളും വിഷമങ്ങളുമായിട്ടാണ് ഇവിടേക്ക് എത്തുന്നത്. അതിനുശേഷം തന്നെ ആക്രമിക്കാൻ എത്തുന്ന പൈറേറ്റ് ക്ലാർക്കിനെ മേരി തന്റെ കുട്ടിക്കാലത്തെ ആ കോൺക്രീറ്റ് കഷ്ണം ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് അടിച്ച് തകർത്ത് സ്വന്തം വഴി തിരഞ്ഞെടുക്കുന്നു. അവൾ തന്റെ അമ്മയെ ഏൽപ്പിച്ച ആ ട്രോമ ഉണ്ടല്ലോ ആ ട്രോമയിൽ നിന്നാണ് മോചിതയാവുന്നത്. ഇനി അമ്മയുടെ വേർഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ ഇതിന്റെ ഫാൻസ് തിയറീസും കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ അമ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ആ ക്യാരക്ടറും ഒരുപക്ഷെ ബാക്ക് റൂംസ് എക്സ്പീരിയൻസ് ചെയ്തിരിക്കാം. ഇത് പറഞ്ഞാൽ ബാക്ക് റൂംസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. വീണ്ടും ബാക്ക് റൂംസിൽ അകപ്പെടുമോ എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കാം ഈ ജനലും കാര്യങ്ങളും ഒക്കെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് അടച്ച് ആ ഒരു ട്രോമയിലാണ് മേരി വളരുന്നത്. അപ്പൊ ഈ ഒരു ട്രോമയിൽ നിന്നും ക്ലർക്കിൽ നിന്നുമാണ് ഇവൾ ഓടി രക്ഷപ്പെടുന്നതിനുള്ള മേരി ഏസിയൻ ഗവേഷകർ നിർമ്മിച്ച ആ വലിയ ലബോറട്ടറി ഗേറ്റ്വേ, അതായത് ത്രെഷോൾഡ് എന്ന് പറയില്ലേ, അത് കണ്ടെത്തുന്നു. അവിടെ ഉണ്ടാകുന്ന അലാറം ശബ്ദങ്ങളും ലൈറ്റുകളും നോക്കിയാണ് മേരി ശരിയായ വഴി മനസ്സിലാക്കിയത്. മേരി ഓടി ആ വാതിലൂടെ കടന്ന് നമ്മുടെ യഥാർത്ഥത്തിലോട്ടുള്ള, അതായത് അസിംഗ് ലാബിലേക്ക് തിരിച്ചെത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരും ശാസ്ത്രജ്ഞനും ചേർന്ന് മേരിയെ രക്ഷിക്കുകയും അവൾക്ക് വേണ്ടിയ ചികിത്സയും കാര്യങ്ങളൊക്കെ നൽകുകയും ചെയ്യുന്നു. ബാക്ക് റൂംസിൽ നിന്ന് പുറത്തെത്തുന്ന മേരിയെ ഏസിംഗിലെ ഒരു സയന്റിസ്റ്റ് ആയിട്ടുള്ള ഫിൽ കണ്ടെത്തുന്നു. തങ്ങളൊരു MRI മെഷീൻ കമ്പനി ആയിരുന്നു എന്ന് ഫിൽ വീണ്ടും വ്യക്തമാക്കുന്നുണ്ട്. തലച്ചോറിന്റെ ഘടന കാണിക്കുന്ന MRI മെഷീൻ പോലെ തന്നെയാണ് തലച്ചോറിലെ ഓർമ്മകളുടെ ഭൂപടമായിട്ടുള്ള ബാക്ക് റൂംസും എന്ന് ഫിൽ വ്യക്തമാക്കുന്നു. നമ്മൾ ഒരു കാര്യം കൂടുതൽ ഓർക്കും തോറും അത് കൂടുതൽ വികൃതമാവും. തനിക്ക് അവിടെ നിന്ന് വീട്ടിൽ പോകാൻ പറ്റുമോ എന്ന് മേരി ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഉത്തരം ഫിൽ നൽകുന്നില്ല. ഏസിംഗ് ലാബിന് പുറത്ത് മേരി നിൽക്കുമ്പോൾ തന്നെ ബാക്ക് റൂംസിനുള്ളിൽ മേരിയുടെ ഒരു സ്റ്റിൽ ഫേസ് അനങ്ങാതെ ഇരിക്കുന്നത് കാണാം. അതിനർത്ഥം മേരി ഒരുപക്ഷെ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ രക്ഷപ്പെട്ടിട്ടുണ്ടാവില്ല. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ സിമ്പതിയോടെ നോക്കിക്കണ്ട രണ്ട് ക്യാരക്ടേഴ്സ് ആയിരുന്നു മേരിയും ക്ലർക്കും. അതിൽ ക്ലർക്ക് സ്വയം മാറാൻ തയ്യാറാകാത്തതോടെയാണ് അയാളുടെ തന്നെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയും കാര്യങ്ങളുമാണ് അയാളെ അപകടത്തിലേക്ക് എത്തിച്ചത്. നമ്മുടെ ചിന്തകൾ നമ്മളെ എങ്ങനെയൊക്കെ മാറ്റുന്നു എന്നുള്ളൊരു സൈക്കോളജി, ആ സൈക്കോളജിയാണ് ബാക്ക് റൂംസ് എന്ന് പറയുന്ന സിനിമ പറയുന്നത്. അപ്പോൾ ബാക്ക് റൂംസ് എന്താണ്, എൻറ്റിറ്റി എന്താണ്, സ്റ്റിൽ ഫേസ് എന്താണ്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആക്ച്വലി ബാക്ക് റൂംസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ അത് വേറെ രീതിയിൽ, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഫ്രീഡം ആക്ച്വലി ഈ ബാക്ക് റൂംസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും ഈ സിനിമയും നൽകുന്നുണ്ട്. ബാക്ക് റൂംസ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഗ്ലോബൽ സക്സസ് ആയതോടുകൂടി ഇനി ബാക്ക് റൂംസ് 2, 3 എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സിനിമകളൊക്കെ വരും. അപ്പോൾ ഈ ഹൊറർ എന്ന് പറയുന്ന ഒരു കാര്യം, ആ കാര്യത്തെ വളരെ വെറൈറ്റി ആയിട്ട് നമ്മളിങ്ങനെ കണ്ടുമെടുത്ത ഹൊറർ സീക്വൻസുകളും കാര്യങ്ങളും ഒന്നുമില്ലാതെ ഇതുപോലുള്ള ഒരു വെറൈറ്റി കൺസെപ്റ്റിൽ വരുമ്പോൾ നമ്മളത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം. പിന്നെ ഇതുപോലുള്ള സിനിമകൾ, പ്രത്യേകിച്ച് A24 സിനിമകൾക്ക് സബ് ടൈറ്റിൽ ഉണ്ടാവില്ല എന്നുള്ളതൊരു പരാതിയാണ് കാര്യം. ഇതുപോലുള്ള സിനിമകളൊക്കെ, അതായത് നമുക്കിങ്ങനെ മൈൻഡ് ബെൻഡിങ് എന്നുള്ള രീതിയിലൊക്കെ വരുന്ന സിനിമകൾക്ക് സബ് ടൈറ്റിലും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. ഞാൻ 2 തവണയാണ് ഈ സിനിമ കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങളുടെ വേർഷൻ എന്ന് പറയുന്നത് ഓബ്വിയസ്ലി വേറൊരു രീതിയിലായിരിക്കാം. കാരണം ബാക്ക് റൂംസ് എന്ന് പറയുന്നത് ആ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം എല്ലാവർക്കും നൽകുന്നുണ്ട്, സിനിമ എടുക്കുന്നവർക്ക് മാത്രമല്ല സിനിമ കാണുന്നവർക്കും. അപ്പോൾ ആ ഒരു വെറൈറ്റിയാണ് ബാക്ക് റൂംസിനെ ബാക്കിയുള്ള ഹൊറർ സിനിമകളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. അപ്പോൾ ഡിസ്ക്ലോഷർ ഡേ എന്ന് പറയുന്ന സിനിമയുടെ എക്സ്പ്ലനേഷൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.